യേശുനാമത്തിന് മഹത്വം. സഭയുടെ അടിസ്ഥാന സുശേഷ പ്രഘോഷണ ദൗത്യത്തിൽ ആത്മന പങ്കുചേരുന്ന മിസ്യോ ടീമിന്റെ മുഖപത്രമായ മിസ്യോ വൈബ്സിന്റെ വായനയിലേക്ക് ഏവർക്കും സ്വാഗതം. മിസ്യോ ടീമിന്റെ ആത്മീയ ഉപദേഷ്ടാവ് റവറൻ ഡോക്ടർ അഗസ്റ്റിൻ മുണ്ടിയത്ത് CMF രചിച്ച ദൈവപരിപാലനയും തിന്മ എന്ന വിഷമപ്രശ്നവും എന്ന ലേഖനമാണ് വായിക്കുന്നത്. ലേഖനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. മിസ്യോ ടീമിന്റെ ആത്മീയ ഉപദേഷ്ടാവ് റവറൻ ഡോക്ടർ അഗസ്റ്റിൻ മുണ്ടിയത്ത് CMF എഴുതി തയ്യാറാക്കിയ ദൈവപരിപാലനയും തിന്മ എന്ന വിഷമ പ്രശ്നവും. സൃഷ്ടികർമ്മം കഴിഞ്ഞ് തൻ്റെ സൃഷ്ടികളെയെല്ലാം അവയുടെ വഴിക്ക് തന്നെ ദൈവം കൈവിടുന്നില്ല. അവിടുന്ന് അവയ്ക്കെല്ലാം ഉണ്മയും അസ്തിത്വവും നൽകുക മാത്രമല്ല, ഓരോ നിമിഷവും അവയെ ഉണ്മയിൽ നിലനിർത്തുകയും പ്രവർത്തിക്കുന്നതിന് അവയെ ശക്തമാക്കുകയും അവയുടെ ആത്യന്തിക ലക്ഷ്യത്തിലേക്ക് അവയെ നയിക്കുകയും ചെയ്യുന്നു. സൃഷ്ടികൾക്ക് സൃഷ്ടാവിലുള്ള ഈ പരിപൂർണ ആശ്രയത്വം അംഗീകരിക്കുന്നത് ജ്ഞാനത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ആത്മവിശ്വാസത്തിൻ്റെയും ഉറവിടമാകുന്നു. എല്ലാറ്റിനെയും അങ്ങ് സ്നേഹിക്കുന്നു. അങ്ങ് സൃഷ്ടിച്ച ഒന്നിനെയും അങ്ങ് ദ്വേഷിക്കുന്നില്ല. ദ്വേഷിച്ചിരുന്നെങ്കിൽ സൃഷ്ടിക്കുമായിരുന്നില്ല. അങ്ങ് വിചാരിക്കുന്നില്ലെങ്കിൽ എന്തെങ്കിലും നിലനിൽക്കുമോ? അങ്ങ് അസ്തിത്വത്തിലേക്ക് വിളിച്ചില്ലെങ്കിൽ എന്തെങ്കിലും പുലരുമോ? ജീവനുള്ളവയെ സ്നേഹിക്കുന്ന കർത്താവെ, അങ്ങ് എല്ലാറ്റിനോടും ദയ കാണിക്കുന്നു. ജ്ഞാനം 14-ാം അധ്യായം 24-26 തിരുവചനങ്ങൾ. കാരണം അവ അങ്ങയുടേതാണ്. സൃഷ്ടിക്ക് അതിൻ്റെതായ നന്മയും തനതായ പൂർണ്ണതയുമുണ്ട്. എന്നിരുന്നാലും പരിപൂർണ അവസ്ഥയിലല്ല സൃഷ്ടാവിൻ്റെ കരങ്ങളിൽ നിന്ന് പുറത്തു വരുന്നത്. ദൈവം നിയോഗിച്ചിട്ടുള്ളതും ഇനിയും പ്രാപിക്കേണ്ടതുമായ ഒരു ആത്യന്തിക പൂർണ്ണതയിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ ആണ് പ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ടത്. ഈ പൂർണ്ണതയിലേക്ക് തൻ്റെ സൃഷ്ടിയെ നയിക്കുന്നതിന് ദൈവം കൈക്കൊള്ളുന്ന ക്രമവിധാനങ്ങളെ നാം ദൈവിക പരിപാലനയെന്ന് വിളിക്കുന്നു. CCC 302. ദൈവം സൃഷ്ടിച്ച സർവവും ദൈവം തൻ്റെ പരിപാലന വഴി സംരക്ഷിക്കുകയും ഭരിക്കുകയും ചെയ്യുന്നു. ലോകത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഈ പരിപാലന ശക്തമായി എത്തുന്നു. എല്ലാറ്റിനെയും സുഗമമായി ക്രമീകരിക്കുകയും ചെയ്യുന്നു. ദൈവ ദൃഷ്ടിക്കു മുൻപിൽ എല്ലാം അനാവൃതവും സ്പഷ്ടവുമാണ്. സൃഷ്ടികളുടെ സ്വതന്ത്ര പ്രവർത്തനത്തിലൂടെ ഇനി വരാനിരിക്കുന്നവ പോലും. ജ്ഞാനം 8:1 ഹെബ്രായർ 4:13. ദൈവ പരിപാലനയുടെ ഔത്സുക്യം വസ്തുനിഷ്ഠവും നേരിട്ടുള്ളതും ആകണം എന്നതിന് വിശുദ്ധ ഗ്രന്ഥം മുഴുവനും ഐകകണ്ഠ്യേന സാക്ഷ്യം നൽകുന്നുണ്ട്. നിസാര കാര്യങ്ങൾ മുതൽ ലോകത്തിലെയും അതിൻ്റെ ചരിത്രത്തിലെയും മഹാസംഭവങ്ങൾ വരെയുള്ള എല്ലാറ്റിലും ദൈവശ്രദ്ധ പതിയുന്നു. സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ മനുഷ്യഹൃദയത്തിൽ ആലോചനകളേറെ, നടപ്പിൽ വരുന്നത് കർത്താവിൻ്റെ തിരുവിഷ്ടം. സുഭാഷിതം 19:21. ഇതുകൊണ്ടാണ് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ മുഖ്യ കർത്താവായ പരിശുദ്ധാത്മാവ് ഉപഹേതുക്കളൊന്നും സൂചിപ്പിക്കാതെ പ്രവൃത്തികളെ മിക്കപ്പോഴും ദൈവത്തിൻ്റെതായി അവതരിപ്പിക്കുന്നത്. തൻ്റെ മക്കളുടെ നിസാര ആവശ്യങ്ങളിൽ പോലും ശ്രദ്ധ പതിപ്പിക്കുന്ന സ്വർഗീയ പിതാവിൻ്റെ പരിപാലനയ്ക്ക് ശിശു സഹജമായ ദൃഢവിശ്വാസത്തോടെ നാം നമ്മെ തന്നെ വിട്ടുകൊടുക്കണമെന്നാണ് യേശു ആവശ്യപ്പെടുന്നത്. അതിനാൽ എന്ത് ഭക്ഷിക്കും, എന്ത് പാനം ചെയ്യും എന്ന് വിചാരിച്ച് നിങ്ങൾ ആകുലരാകേണ്ട. നിങ്ങൾക്കിവയെല്ലാം ആവശ്യമാണെന്ന് നിങ്ങളുടെ സ്വർഗീയ പിതാവ് അറിയുന്നു. നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം അധ്യായം 6 31-33 തിരുവചനങ്ങൾ. ദൈവമാണ് തൻ്റെ പദ്ധതിയുടെ പരമാധികാരി. എന്നിരുന്നാലും അത് നടപ്പിലാക്കുന്നതിന് ദൈവം തൻ്റെ സൃഷ്ടികളുടെ സഹകരണവും സ്വീകരിക്കുന്നു. ഇത് ബലഹീനതയുടെ ഒരു ലക്ഷണമല്ല, പ്രത്യുത സർവശക്തനായ ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെയും നന്മയുടെയും അടയാളമാണ്. സൃഷ്ടികൾക്ക് ദൈവം അവയുടെ അസ്തിത്വം മാത്രമല്ല നൽകിയിരിക്കുന്നത്, സ്വമേധയാ പ്രവർത്തിക്കുന്നതിനും അന്യോന്യം കാരണങ്ങളും പ്രഭവങ്ങളുമായി വർത്തിക്കുന്നതിനും അങ്ങനെ ദൈവിക പദ്ധതിയുടെ നിർവഹണത്തിൽ സഹകരിക്കുന്നതിനുള്ള അന്തസ്സും സൃഷ്ടികൾക്ക് അവിടുന്ന് നൽകിയിരിക്കുന്നു. തൻ്റെ സൃഷ്ടികളുടെ എല്ലാ പ്രവർത്തനങ്ങളിലും ദൈവം പ്രവർത്തിക്കുന്നുവെന്ന സത്യം സൃഷ്ടാവായ ദൈവത്തിലൂടെ വിശ്വാസത്തിൽ നിന്നും അഭേദ്യമാണ്. ഉപഹേതുക്കളിലും ഉപഹേതുക്കൾ കൂടിയും പ്രവർത്തിക്കുന്ന പ്രഥമ ഹേതുവാണ് ദൈവം. എന്തെന്നാൽ തൻ്റെ അഭീഷ്ടമനുസരിച്ച് ഇച്ഛിക്കുവാനും പ്രവർത്തിക്കുവാനും നിങ്ങളെ ഉത്തേജിപ്പിക്കുന്നത് ദൈവമാണ്. ഫിലിപ്പിയർ 2:13. ഈ സത്യം സൃഷ്ടികളുടെ മഹത്വത്തെ കുറയ്ക്കുന്നില്ല, പ്രത്യുത അതിനെ ഉയർത്തുകയാണ് ചെയ്യുന്നത്.
ക്രമീകൃതവും നല്ലതുമായ ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ സർവശക്തനും പിതാവുമായ ദൈവം തൻ്റെ സൃഷ്ടികളെയെല്ലാം പരിപാലിക്കുന്നെങ്കിൽ തിന്മ എങ്ങനെയുണ്ടാകുന്നു? അടിയന്തര സ്വഭാവമുള്ളതും അനുപേക്ഷണീയവും വേദനാജനകവും നിഗൂഢവുമായ ഈ പ്രശ്നത്തിന് തിടുക്കത്തിലുള്ള ഒരു ഉത്തരവും മതിയാവുകയില്ല. ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ സമഗ്ര ദർശനത്തിലൂടെ മാത്രമേ ഈ പ്രശ്നത്തിന് ഉത്തരം കാണാൻ കഴിയൂ. സൃഷ്ടിയുടെ നന്മ, പാപത്തിൻ്റെ ദുരന്തം, തൻ്റെ ഉടമ്പടികളിൽ കൂടി മനുഷ്യനെ സന്ദർശിക്കുന്ന ദൈവത്തിൻ്റെ ക്ഷമാപൂർണമായ സ്നേഹം, തൻ്റെ പുത്രൻ്റെ രക്ഷാകരമായ മനുഷ്യാവതാരം, അവിടുത്തെ പരിശുദ്ധാത്മദാനം, അവിടുന്ന് വിളിച്ചുകൂട്ടിയ സഭ, കൂദാശകളുടെ ശക്തി, സൗഭാഗ്യപൂർണമായ ഒരു ജീവിതത്തിലേക്കുള്ള അവിടുത്തെ വിളി, ഇങ്ങനെ വിടരുന്ന അവിടുത്തെ രക്ഷാകര വിളിക്ക് സ്വതന്ത്രമായ സൃഷ്ടികൾ സമ്മതമരളാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. അതേസമയം തിന്മയെന്ന ഭീകര രഹസ്യത്താൽ അവയ്ക്ക് ഈ വിളിയെ മുൻകൂട്ടി നിരസിക്കുവാനും കഴിയും. തിന്മ എന്ന പ്രശ്നത്തിന് ഒരു പരിധിവരെയെങ്കിലും ഉത്തരം നൽകാത്തതായി ക്രൈസ്തവ സന്ദേശത്തിൻ്റെ യാതൊരു ഘടകവുമില്ല. CCC 309. എന്നാൽ എന്തുകൊണ്ടാണ് യാതൊരു തിന്മയ്ക്കും നിലനിൽക്കാനാവാത്ത വിധം പരിപൂർണമായ ഒരു ലോകത്തെ ദൈവം സൃഷ്ടിക്കാതിരുന്നത്? അനന്തശക്തനായ ദൈവത്തിന് എപ്പോഴും കൂടുതൽ ശ്രേഷ്ഠമായതിനെ സൃഷ്ടിക്കുവാൻ കഴിയും. എന്നാൽ ആത്യന്തിക ഗുണപൂർണതയിലേക്ക് ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിൽ ലോകത്തെ സൃഷ്ടിക്കുവാനാണ് ദൈവം തൻ്റെ അനന്ത ജ്ഞാനത്തിലും നന്മയിലും സ്വതന്ത്രമായി തീരുമാനിച്ച് ഉറപ്പിച്ചത്. ദൈവിക പദ്ധതിയിൽ ഈ പ്രക്രിയ ചില ചരാചരങ്ങളുടെ ആവിർഭാവത്തിനും മറ്റു ചിലവയുടെ തിരോധാനത്തിനും ഹേതുവാകുന്നു. കൂടുതൽ ഗുണപൂർണത പ്രാപിച്ചവയോടൊത്ത് കുറച്ചുമാത്രം ഗുണപൂർണത പ്രാപിച്ചവയും ക്രിയാത്മക ശക്തികൾക്കൊപ്പം നശീകരണ ശക്തികളും നിലനിൽക്കുന്നു. സൃഷ്ടി ഗുണപൂർണതയിൽ എത്തുന്നതുവരെ ഭൗതിക നന്മയോടൊത്ത് ഭൗതിക തിന്മയും നിലനിൽക്കുന്നു. വിശുദ്ധ തോമസ് അക്വിനാസ്. ബുദ്ധിശക്തിയും സ്വാതന്ത്ര്യവുമുള്ള സൃഷ്ടികൾ എന്ന നിലയ്ക്ക് മനുഷ്യരും മാലാഖമാരും തങ്ങളുടെ സ്വതന്ത്ര തീരുമാനത്താലും വിശിഷ്ട സ്നേഹത്താലും തങ്ങളുടെ പരമാന്ത്യത്തിലേക്ക് യാത്ര ചെയ്യണം. അതിനാൽ അവർക്ക് മാർഗഭ്രംശം സാധ്യമാണ്. അവർ വാസ്തവത്തിൽ പാപത്തിൽ വീഴുകയും ചെയ്തു. അങ്ങനെയാണ് ഭൗതിക തിന്മയേക്കാൾ അളവറ്റ വിധം ദോഷകരമായ ധാർമ്മിക തിന്മ ലോകത്തിൽ പ്രവേശിച്ചത്. ദൈവം പ്രത്യക്ഷമായോ പരോക്ഷമായോ ഒരു വിധത്തിലും ധാർമ്മിക തിന്മയുടെ ഹേതുവല്ല. എന്നാലും തൻ്റെ സൃഷ്ടികളുടെ സ്വാതന്ത്ര്യത്തെ മാനിച്ചുകൊണ്ട് ദൈവം തിന്മ അനുവദിക്കുന്നു. അതേസമയം നിഗൂഢാത്മകമായി തിന്മയിൽ നിന്ന് എങ്ങനെ നന്മ പുറപ്പെടുവിക്കാനാകുമെന്ന് അവിടുന്ന് അറിയുന്നു. വിശുദ്ധ അഗസ്റ്റിൻ. സർവശക്തനായ ദൈവം അവിടുന്ന് പരമ നന്മയായതിനാൽ തിന്മയിൽ നിന്ന് പോലും നന്മ പുറപ്പെടുത്താൻ തക്കവിധം സർവശക്തനും നല്ലവനും അല്ലായിരുന്നെങ്കിൽ തൻ്റെ സൃഷ്ടികളിൽ ഏതെങ്കിലും തിന്മയ്ക്ക് സ്ഥാനം അനുവദിക്കില്ലായിരുന്നു. തൻ്റെ സൃഷ്ടികൾ ഉളവാക്കുന്ന തിന്മയുടെ, ധാർമ്മിക തിന്മയുടെ പോലും ഫലങ്ങളിൽ നിന്ന് തൻ്റെ സർവശക്തമായ പരിപാലനം മൂലം നന്മ പുറപ്പെടുവിക്കുവാൻ ദൈവത്തിന് സാധിക്കുമെന്ന് യഥാക്രമം നമുക്ക് കാണാൻ കഴിയും. ജോസഫ് തൻ്റെ സഹോദരന്മാരോട് പറഞ്ഞു, എന്നെ ഇങ്ങോട്ട് അയച്ചത് നിങ്ങളല്ല, പ്രത്യുത ദൈവമാണ്. നിങ്ങൾ എനിക്ക് തിന്മ ചെയ്തു, പക്ഷെ ദൈവം അത് നന്മയാക്കി മാറ്റി. ഇന്ന് കാണുന്നത് പോലെ അനേകം പേരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ് അവിടുന്ന് അത് ചെയ്തത്. ഉൽപ്പത്തി 45:8, 50:20. ഇന്നോളം ഉണ്ടായിട്ടുള്ളതിൽ ഏറ്റവും വലിയ ധാർമ്മിക തിന്മയിൽ നിന്ന് സർവ്വ മനുഷ്യരുടെയും പാപങ്ങളുടെ ഫലമായി ദൈവത്തിൻ്റെ ഏകജാതനെ തിരസ്കരിച്ചതും മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്തതും ദൈവം അവിടുത്തെ അതിസമൃദ്ധമായ കൃപാവരത്താൽ ഏറ്റവും മഹത്തായ നന്മ പുറപ്പെടുവിച്ചിരിക്കുന്ന ക്രിസ്തുവിൻ്റെ മഹത്വീകരണവും നമ്മുടെ രക്ഷയും. ഇതെല്ലാം ആണെങ്കിലും തിന്മ ഒരിക്കലും ഒരു നന്മ ആയിത്തീരുന്നില്ല. തന്നെ സ്നേഹിക്കുന്നവർക്ക് ദൈവം സകലവും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു. റോമ 8:28. വിശുദ്ധരുടെ നിരന്തര സാക്ഷ്യം ഈ സത്യം ഉറപ്പിക്കുന്നു. ഏറെ ഇടർച്ചയ്ക്ക് വിധേയരായവരോടും തങ്ങൾക്ക് സംഭവിച്ചവയോട് പ്രതിഷേധം പ്രകടിപ്പിച്ചവരോടുമായി സിയന്നായിലെ വിശുദ്ധ കത്രീന പറഞ്ഞു, എല്ലാം സ്നേഹത്തിൽ നിന്നാണ് ലഭിക്കുന്നത്. എല്ലാം മനുഷ്യരുടെ രക്ഷയ്ക്കായി ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നു. ഇതല്ലാതെ മറ്റൊരു ലക്ഷ്യവും ദൈവത്തിനില്ല. തൻ്റെ രക്തസാക്ഷിത്വത്തിന് കുറച്ചു മുൻപ് വിശുദ്ധ തോമസ് മൂർ തൻ്റെ പുത്രിയെ സമാശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ദൈവം തിരുമനസ്സാകാതെ യാതൊന്നും സംഭവിക്കുകയില്ല. അത് എന്തു തന്നെയായാലും, അത് നമ്മുടെ ദൃഷ്ടിയിൽ എത്ര തിന്മയായി തോന്നിയാലും അത് തന്നെയാണ് ഏറ്റവും ഉത്തമം. നോർവിച്ചിലെ ജൂലിയാന പ്രഭുയുടെ വാക്കുകൾ ശ്രദ്ധേയങ്ങളാണ്. ഞാൻ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണമെന്നും അതുപോലെ ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങളെല്ലാം സ്വീകരിക്കണമെന്നും നമ്മുടെ നന്മയ്ക്കായിരിക്കുമെന്നും ഉറച്ചു വിശ്വസിക്കണമെന്നും ദൈവകൃപയാൽ ഞാൻ പഠിച്ചു. വരാനിരിക്കുന്ന കാര്യങ്ങളെല്ലാം നന്മയ്ക്കായിരിക്കുമെന്ന് നിനക്ക് തന്നെ കാണാൻ കഴിയും.
ദൈവം ലോകത്തിൻ്റെയും ചരിത്രത്തിൻ്റെയും നാഥനാണെന്ന് നാം ഉറച്ചു വിശ്വസിക്കുന്നു. എങ്കിലും അവിടുത്തെ പരിപാലനയുടെ വഴികൾ നമുക്ക് പലപ്പോഴും അജ്ഞാതങ്ങളാണ്. നമ്മുടെ ഭാഗിക ജ്ഞാനം ഇല്ലാതാകുന്ന അന്ത്യത്തിൽ ദൈവത്തെ നമ്മൾ മുഖാഭിമുഖം ദർശിക്കുമ്പോൾ മാത്രമേ നമ്മൾ ദൈവത്തിൻ്റെ വഴികൾ പൂർണ്ണമായി അറിയുകയുള്ളൂ. അവയിലൂടെയാണ് തിന്മയുടെയും പാപത്തിൻ്റെയും ദുരന്തത്തിൽ പോലും ഉൽപ്പത്തി 2:2 ദൈവം തൻ്റെ സൃഷ്ടിയെ അന്തിമ സാബത്ത് വിശ്രമത്തിലേക്ക് നയിച്ചത്. ആകാശവും ഭൂമിയും ദൈവം സൃഷ്ടിച്ചത് ഈ ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടിയായിരുന്നു. CCC 312-14. ഈ ലേഖനം ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത ലേഖനം പ്രൊഫസർ CC അലിസൂട്ടി ആൻറ്റി രചിച്ച കർത്താവിൻ്റെ അഭീഷ്ടം മനസ്സിലാക്കുവിൻ എന്ന തലക്കെട്ടിലുള്ള ലേഖനമാണ് അടുത്തതായി വായിക്കപ്പെടുക. കർത്താവിൻ്റെ അഭീഷ്ടം നിറവേറ്റുവിൻ, പ്രൊഫസർ CC അലിസൂട്ടി. തിരുസഭയുടെ ഏകദൗത്യമായ സുവിശേഷവൽക്കരണം യാഥാർത്ഥ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ മാമോദീസ സ്വീകരിച്ച സഭയിൽ അംഗങ്ങളായി തീർന്നിട്ടുള്ളവരുടെ പുനഃസുവിശേഷവൽക്കരണവും ക്രിസ്തുവിലൂടെയുള്ള രക്ഷയെപ്പറ്റി അറിഞ്ഞിട്ടില്ലാത്തവരുടെ നവസുവിശേഷവൽക്കരണവും ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന സുവിശേഷ പ്രഘോഷണ പരിശീലന പരിപാടിയാണ് മിസ്യോ ടീം ലക്ഷ്യമാക്കുന്നത്. മെക്സിക്കോയിൽ കരിസ്മാറ്റിക് നവീകരണ രംഗത്ത് പ്രവർത്തിച്ചിരുന്ന ജോസ് ബ്രാദോ ഫ്ലോറസ്, ഫാദർ എമിലിൻ ടാർഡിഫ് 1999 മരിച്ചു. ഇപ്പോൾ നാമകരണ പരിപാടികൾ നടക്കുന്നു. എന്നിവർ സുവിശേഷ പ്രഘോഷണം, രക്ഷകന്റെ മിഷൻ എന്നീ അപ്പസ്തോലിക പ്രബോധനങ്ങളെ അടിസ്ഥാനമാക്കി 1993 രൂപപ്പെടുത്തിയ കോഴ്സ് പോൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വളരെ ഫലപ്രദമായി നടന്നു വരുന്നു. ഈ പരിശീലന പരിപാടിയുടെ മോട്ടോ അനേകം സാക്ഷികളുടെ മുമ്പിൽ വെച്ച് നീ എന്നിൽ നിന്ന് കേട്ടവ മറ്റുള്ളവരെ കൂടെ പഠിപ്പിക്കാൻ കഴിവുള്ള വിശ്വസ്തരായ ആളുകൾക്ക് പകർന്നു കൊടുക്കുക. 2 തിമോത്തി 2:2 എന്നുള്ള വിശുദ്ധ പൗലോസ് ലീഹായുടെ തിമോത്തിക്കുള്ള നിർദ്ദേശമാണ്. ബോംബെയിൽ അന്ധേരിയിലുള്ള വിനയാലയയിൽ വെച്ച് 1997 NST കരിസ്മാറ്റിക് നവീകരണത്തിന്റെ ദേശീയ നേതൃത്വം ഹോളണ്ടിൽ നിന്നുള്ള ഒരു ടീമിന്റെ നേതൃത്വത്തിൽ ദ സ്കൂൾ ഓഫ് ഇവാഞ്ചലൈസേഷൻ എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ ഏഷ്യയുടെ പല ഭാഗങ്ങളിൽ നിന്നായി 50 പേർ പങ്കെടുത്തു. കേരളത്തിൽ നിന്ന് ഞങ്ങൾ 10 പേർ സംബന്ധിച്ചു. ആ വർഷം തന്നെ എമ്മാവൂസിൽ വെച്ച് KSTയുടെ ആഭിമുഖ്യത്തിൽ മലയാളത്തിൽ നടത്തിയ പ്രസ്തുത പരിപാടിയിൽ 72 പേർ പങ്കെടുത്തു. തുടർന്ന് കേരളത്തിന്റെ പല ഭാഗങ്ങളിലും ഇന്ത്യയിലെമ്പാടും ജീസസ് യൂത്തിനു വേണ്ടി UAE, USA എന്നിവിടങ്ങളിലും സുവിശേഷ പ്രഘോഷണ പരിശീലന പരിപാടി സംഘടിപ്പിക്കപ്പെട്ടു. ക്രമേണ കെറിഗ്മ എന്ന പേരിൽ KSTയുടെ ഒരു മിനിസ്ട്രിയായി അത് വളരാനിടയായി. കോവിഡ് കാലത്ത് താമസിച്ചുള്ള പരിപാടികൾ പ്രായോഗികമല്ലാതെ വന്നപ്പോൾ സൂം പ്ലാറ്റ്ഫോമിൽ ഓൺലൈൻ പ്രോഗ്രാമായി നടത്തപ്പെട്ടു. മത അധ്യാപകർക്ക് വേണ്ടി ഇത് നടത്തുന്ന ചിന്ത വന്നപ്പോൾ മിസിയോ പ്രിലിമിനറി കോഴ്സ് എന്ന പേരിൽ പുനഃസുവിശേഷവൽക്കരണ പ്രാരംഭ സെഷനുകളും സെന്ററുകളിൽ താമസിച്ചുകൊണ്ട് 6 ദിവസത്തെ റിസോഴ്സ് ട്രെയിനിങ് പ്രോഗ്രാമുകളുമായി അത് വളർന്നു. അഭിമന്യ റാഫേൽ തട്ടിൽ പിതാവിന്റെ അനുഗ്രഹാശിസ്സുകളോടെ ആദ്യത്തെ പ്രിലിമിനറി കോഴ്സിൽ പങ്കെടുത്ത മാർ ജോയി ആലപ്പാട്ട് പിതാവ്, ഷിക്കാഗോ, USA പേട്രണും ഫാദർ ഡോക്ടർ അഗസ്റ്റിൻ മുണ്ടിയത്ത് CMF ആനിമേറ്ററും ആയി മിസ്യോ ടീം ഇന്നു വളരുന്നു. സുവിശേഷം ജീവിക്കുക, കണ്ടുമുട്ടുന്നവരോടൊക്കെ പങ്കുവയ്ക്കുക, പരിശീലകരെ പരിശീലിപ്പിക്കുക, ആദിമ സഭയുടെ മാതൃകയിലുള്ള കൂട്ടായ്മകൾ രൂപപ്പെടുത്തുക എന്നിവയൊക്കെ ഇന്ന് ഫലപ്രദമായി നടക്കുന്നു എന്നത് സുവിശേഷവത്കരണത്തിന്റെ മുഖ്യ പ്രവർത്തകനായ പരിശുദ്ധാത്മാവിന്റെ പ്രത്യേക കൃപയായി ഞങ്ങൾ മനസ്സിലാക്കുന്നു. വിശുദ്ധ കുർബാന, കുമ്പസാരം, ദിവ്യകാരുണ്യ ആരാധന, ജപമാല, വിവിധ വർക്ക്ഷോപ്പുകൾ, ഷെയറിംഗ്, ഗ്രൂപ്പ് വർക്കുകൾ, ഔട്ട്റീച്ച്, കെറിഗ്മ നൈറ്റ്, പവർപോയിന്റ് പ്രസന്റേഷൻ എന്നിവയെല്ലാം പ്രോഗ്രാമിനെ ഏറെ ഫലപ്രദവും ആകർഷകവുമാക്കുന്നു. പങ്കെടുക്കുന്നവരെല്ലാവരും തന്നെ സഭാജീവിതത്തിലും മിഷനിലും സജീവ പങ്കാളികളാകുന്നതായി കാണുന്നത് വലിയ സന്തോഷം നൽകുന്നു. കുടുംബ യൂണിറ്റുകൾ, ഭക്തസംഘടനകൾ, പ്രാർത്ഥനാ ഗ്രൂപ്പ്, മതബോധനം, വിവിധ കൗൺസിലുകൾ, ഔട്ട്റീച്ച് പരിപാടികൾ എന്നിവയിലൊക്കെ പങ്കെടുത്തുകൊണ്ട് ഇടവകകളിലും രൂപതകളിലും സജീവ പ്രേക്ഷിത ശിഷ്യരായിത്തീരുന്നു എന്നതിൽ ദൈവത്തിന് സ്തുതി. നാം ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയ സൽപ്രവൃത്തികൾക്കായി യേശുക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരായ നമുക്ക് എഫെസസ് 2:10 ഭോഷന്മാരാകാതെ കർത്താവിൻ്റെ അഭീഷ്ടം എന്തെന്ന് മനസ്സിലാക്കി എഫെസസ് 5:17 നമ്മുടെ ജീവിതം ധന്യമാക്കാം. ശക്തനായവൻ ചെയ്യുന്ന വലിയ കാര്യങ്ങളിൽ ഇക്കാലത്ത് നമ്മെയും പങ്കുകാരാക്കുന്നതിൽ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്കും പ്രകീർത്തിക്കാം. എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം അധ്യായം 1:46. ലേഖനം ഇവിടെ പൂർണ്ണമാകുന്നു. ഈ ലേഖനത്തിൽ പരാമർശിച്ച മിസ്യോ ടീമിൻ്റെ മുഖ്യ സാരഥിയാണ് ഈ ലേഖനം എഴുതിയിരിക്കുന്നത്. താങ്ക് യു ആലിസൂട്ടി ആൻറ്റി. അടുത്ത
ലേഖനം വിസിയോ ടീമിൻ്റെ ശക്തനായ മറ്റൊരു സാരഥിയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ടോമിച്ചൻ പുല്ലൻകാവുങ്കൽ. ദൈവരാജ്യാഗമനത്തിൻ്റെ ജൂബിലി. ദൈവരാജ്യം സമാഗതമായി. അത് എല്ലാ കാലത്തേക്കുമുള്ള സർവ്വജനങ്ങളെ ഉദ്ദേശിച്ചുള്ളതാണ്. സുവിശേഷം ആശ്ലേഷിക്കുകയും അതുവഴി രക്ഷാകരമായ ഒരു സമൂഹമായി തീരുകയും ചെയ്യുന്നവർക്ക് ആ സന്ദേശം മറ്റുള്ളവർക്കും പകർന്നു കൊടുക്കുന്നതിനുള്ള കർത്തവ്യമുണ്ട്. ഇവാഞ്ചലി നൂഷ്യാന്തി, ഖണ്ഡിക 13. വിശുദ്ധ പോൾ ആറാമൻ പാപ്പായുടെ ഈ വാക്കുകളിൽ നിറഞ്ഞു നിൽക്കുന്ന ആശയങ്ങളും ആഹ്വാനങ്ങളും മാമോദീസ സ്വീകരിച്ച നമ്മെ ഓരോരുത്തരെയും സംബന്ധിക്കുന്ന കാര്യങ്ങളാണ്. ദൈവരാജ്യം സമാഗതമായതിൻ്റെ 2025 വർഷത്തിലെ ജൂബിലി ആഘോഷത്തിൽ വ്യാപൃതരാണ് നാം ഓരോരുത്തരും. ആഘോഷം സമുചിതമായി നടത്തപ്പെടണം. അതിനായി നാം എല്ലാവരും തിരക്കു പിടിച്ച ഓട്ടത്തിലുമാണ്. നിരവധി ഉപമകൾ നിരത്തിക്കൊണ്ട് ദൈവരാജ്യത്തെ ഞാൻ എന്തിനോട് ഉപമിക്കും എന്ന് ആശങ്കപ്പെട്ട ഈശോയുടെ മുഖമൊന്ന് ധ്യാനിക്കാൻ ഈ അവസരത്തിൽ നമുക്കൊന്ന് പരിശ്രമിച്ചാലോ? ദൈവരാജ്യം എന്നത് ഒരു ആശയമോ ഒരു തത്വശാസ്ത്രമോ ഒരു രാജ്യ അതിർത്തിയിൽ ഒതുങ്ങുന്ന ഒരു സങ്കല്പമോ അല്ല. പിന്നെ അതെന്താണ്? തന്നെ കേൾക്കുന്നവർക്ക് ആ ആശയം പകർന്നു നൽകാനാണ് യേശു ഏറ്റവും അധികം കഷ്ടപ്പെട്ടത്. പ്രത്യേകിച്ചും ദൂരെ എവിടെയോ ഇരുന്ന് മനുഷ്യകുലത്തെ നിയന്ത്രിക്കുന്ന അദൃശ്യശക്തി എന്ന ദൈവസങ്കല്പം നിലനിന്നിരുന്ന കാലത്താണ് ദൈവരാജ്യം എന്ന ആശയം യേശു അവതരിപ്പിക്കുന്നത്. അവന്റെ ജീവിതം തന്നെ ദൈവരാജ്യത്തിന്റെ അടയാളങ്ങൾ കൊണ്ട് സമ്പുഷ്ടമായിരുന്നു. യേശു പഠിപ്പിക്കാൻ ശ്രമിച്ച ദൈവരാജ്യം യേശു തന്നെയാണെന്ന സത്യം നമ്മിൽ എത്ര പേർക്ക് അറിയാം? കൂടെ നടന്ന ശിക്ഷകണം പോലും യേശു തന്നെയാണ് അവൻ പ്രസംഗിച്ച ദൈവരാജ്യം എന്ന സത്യം തിരിച്ചറിഞ്ഞത് അവന്റെ മരണത്തിനും ഉത്ഥാനത്തിനും പരിശുദ്ധാത്മ ആഗമനത്തിനും ശേഷം മാത്രമാണ്. യേശുവിനെ സ്വന്തമാക്കുന്ന ഓരോരുത്തരും ഈ ലോകരാജ്യത്തിൽ നിന്നും വ്യത്യസ്തമായ ഒരു മനോഭാവത്തിലേക്കും സംസ്കാരത്തിലേക്കും ജീവിത ശൈലിയിലേക്കും വിളിക്കപ്പെട്ടിരിക്കുന്നു. അവന്റെ ജീവിതത്തിൽ യേശു ഉന്നയിക്കുന്നു. പൗലോസ് പറയുന്നു, ക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ വേണ്ടി സ്നാനം സ്വീകരിച്ചിരിക്കുന്ന നിങ്ങളെല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. ഗലാത്യക്കാർക്കുള്ള ലേഖനം 3:27. ക്രിസ്തുവിനെ ഹൃദയപരമാർത്ഥതയോടെ ഉടയാടയാക്കുന്ന ഒരു മനുഷ്യ സമൂഹം. എന്നിലും അവനിലും അവളിലുമെല്ലാം യേശുവിനെ കാണാൻ കഴിയുന്ന ദിവ്യമായ അനുഭൂതി ഭൂമിയിൽ സംലഭ്യമാകുന്ന സ്ഥിതിവിശേഷം. അതുതന്നെയാണ് ഒരപ്പൻ്റെ മക്കളും ഒരപ്പത്തിൻ്റെ അവകാശികളുമാക്കുന്ന തിരുസഭയെന്ന ദിവ്യമായ ക്രിസ്തു സാന്നിധ്യം നമ്മെ ബോധ്യപ്പെടുത്തുന്നതും. ഇതിനായി നാം ലോകത്തിൽ നിന്നും വേർപെടണം. ക്രിസ്തുവിലൂടെ ദൈവം അനുവദിച്ച സ്വർഗവുമായുള്ള അനുരഞ്ജനം നമ്മുടെ ജീവിതത്തിൽ നിഴലിക്കണം. അവനിലൂടെ ദൈവം സമ്മാനിച്ച പാപപരിഹാരം നമ്മുടെ അനുതാപ പ്രത്യുത്തരത്തിലൂടെ നാം സ്വന്തമാക്കണം. അവനിലൂടെ നൽകപ്പെട്ട സൗജന്യ നീതീകരണം അനുഭവിക്കാൻ തക്കവിധം നമ്മുടെ ജീവിതം അവന് സമർപ്പിക്കണം. യേശുക്രിസ്തുവിലൂടെ ദൈവം നമുക്ക് നൽകിയ സ്വാതന്ത്ര്യം അതിൻ്റെ പൂർണ്ണതയിൽ ആസ്വദിക്കാൻ നമ്മുടെ മനസാക്ഷിയെ ഒരുക്കണം. ഈ ജൂബിലി ആഘോഷവേളയിൽ വിശുദ്ധ പോൾ ആറാമൻ പാപ്പ 1975 ഇവാഞ്ചലി നൂഷ്യാന്തി എന്ന തൻ്റെ അപ്പസ്തോലിക ആഹ്വാനത്തിലൂടെ ഉന്നയിച്ച ഒരു ചോദ്യം നമ്മുടെ ചിന്തയ്ക്കും ധ്യാനത്തിനും ഉപയുക്തമാക്കുന്നത് നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. മനുഷ്യന്റെ മനസാക്ഷിയിൽ ശക്തമായ പ്രത്യാഘാതങ്ങൾ ഉളവാക്കുവാൻ കഴിവുറ്റ സുവിശേഷ സന്ദേശത്തിന്റെ നിഗൂഢ ശക്തിക്ക് ഇക്കാലത്ത് എന്ത് സംഭവിച്ചിരിക്കുന്നു? ഈ സന്ദേശം നൽകപ്പെടേണ്ട വിധത്തിൽ ശക്തമായ സാക്ഷ്യത്തോടെ പ്രഘോഷിക്കാൻ കഴിയാഞ്ഞിട്ടാണോ എന്നത് ചിന്തനീയമായ വിഷയം. സർവ്വജനത്തിനും അവകാശമായ യേശുക്രിസ്തുവിന്റെ സ്നേഹം എൻ്റെ അലംഭാവം കൊണ്ട് മറ്റൊരാൾക്ക് അനുഭവിക്കാൻ കഴിയാതെ പോകുന്നുവെങ്കിൽ അന്ത്യദിനത്തിൽ അവനെ അഭിമുഖീകരിക്കുമ്പോൾ എൻ്റെ പക്കൽ എന്തുത്തരം നൽകാനുണ്ടാകും? ഈ ജൂബിലി അവസരത്തിൽ ഈ ചോദ്യം നമ്മെ അലോസരപ്പെടുത്തട്ടെ. ലേഖനം പൂർണ്ണമാകുന്നു. മിസിയോ ഓൺലൈൻ കോഴ്സ് ഒരു ദൈവാനുഭവം എന്ന തലക്കെട്ടിൽ ശോശാമ റൂബൻ തൻ്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു. മിസിയോ ടീം നയിക്കുന്ന ഓൺലൈൻ കോഴ്സിൻ്റെ 16ാമത്തെ ബാച്ച് മുതൽ എന്നിലേക്ക് ഈശോയുടെ സ്നേഹം ഒഴുകുന്നത് എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞു. ബാച്ച് 16 സാധാരണ മെമ്പർ, ബാച്ച് 17 ഗ്രൂപ്പ് ലീഡർ, ബാച്ച് 18 ഗ്രൂപ്പ് മെൻറ്റർ, ഇങ്ങനെ പടിപടിയായി ദൈവം എന്നെ വളർത്തുകയായിരുന്നു. പിന്നീട് 2019 മുടങ്ങിപ്പോയ തിയോളജി ക്ലാസ് തുടരാൻ കഴിഞ്ഞു. കഴിഞ്ഞ വർഷത്തെ മികച്ച മതബോധന അധ്യാപികയായി രൂപതയിൽ നിന്നും എന്നെ തിരഞ്ഞെടുത്ത് ആദരിച്ചു. ഇതെല്ലാം മിസിയോയിലൂടെ ദൈവം എനിക്ക് നൽകിയ അനുഗ്രഹങ്ങളാണ്. എൻ്റെ ഇടവക ദേവാലയത്തിൽ ഒക്ടോബർ മാസത്തിലെ മാതാവിൻ്റെ ജപമാല പ്രാർത്ഥനയ്ക്ക് ശേഷം ചെറിയ രീതിയിൽ വചനം പങ്കുവയ്ക്കാനും പെസഹ കാലത്ത് കുരിശിൻ്റെ വഴിക്ക് ശേഷം അൽമായർ ഒന്നിച്ചുകൂടുന്ന കൂട്ടായ്മയിൽ വചനം പ്രഘോഷിക്കുവാനും ബഹുമാനപ്പെട്ട വൈദികൻ എനിക്ക് അവസരം നൽകി. മുൻപൊക്കെ എല്ലാം ഞാൻ എഴുതി പഠിച്ച് പേപ്പറിൻ്റെ സഹായത്തോടെയാണ് ഇത്തരം പ്രഘോഷണങ്ങൾ നടത്തിയിരുന്നതെങ്കിൽ ഇപ്പോൾ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന അനുഭവം ഉണ്ടാകുന്നു.
ഇക്കഴിഞ്ഞ ഒക്ടോബർ മാസം വചനം പങ്കുവയ്ക്കാനായി വചനപീഠത്തിൽ കയറുന്നതിന് മുമ്പ് എൻ്റെ തൊണ്ട അടഞ്ഞിരുന്നു. സൗണ്ട് പുറത്തേക്ക് വരാൻ വലിയ ബുദ്ധിമുട്ട് അനുഭവിച്ചു. ഞാൻ വല്ലാതെ വിഷമിച്ചിരിക്കുമ്പോൾ ബഹുമാനപ്പെട്ട അച്ഛൻ വചനവിചിന്തനത്തിനായി എന്നെ സ്വാഗതം ചെയ്തു. ഞാൻ അടഞ്ഞ തൊണ്ടയും എഴുതിയ പേപ്പറും കൊന്തയുമായി ഒന്നും പറയാനാകാതെ പള്ളിയിലിരിക്കുന്ന ആളുകളെ നോക്കി വചനപീഠത്തിൽ ഒരു നിമിഷം നിന്നു. പിന്നെ നടന്നത് ഒരു അത്ഭുതമായിരുന്നു. വിശുദ്ധ ലൂക്ക 1:35 പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ഈ വചനം എന്നിൽ പ്രാവർത്തികമായി. എൻ്റെ അടഞ്ഞ തൊണ്ട തുറക്കപ്പെട്ടു. വെള്ളം ഒഴുകുന്നത് പോലെ എൻ്റെ അധരങ്ങളിൽ നിന്നും വാക്കുകൾ പുറപ്പെട്ടു. ഒരിക്കൽ പോലും പേപ്പർ തുറക്കാൻ പോയിട്ട് അതിൽ കൈ തൊടാൻ പോലും അനുവദിക്കാതെ നന്നായി വചന പ്രഘോഷണം നടത്താൻ പരിശുദ്ധാത്മാവ് സഹായിച്ചു. ദൈവത്തിന് 1000 നന്ദി. ബഹുമാനപ്പെട്ട അച്ഛൻ എന്നെ അഭിനന്ദിക്കുകയും ആ പ്രഘോഷണം യൂട്യൂബിൽ ഇടുകയും ചെയ്തു. എല്ലാത്തിനും വഴിയൊരുക്കി തന്ന മിസിയോ ടീമിനും 1000 നന്ദി. മിസിയോ ടീമിൻ്റെ അടിസ്ഥാന സുവിശേഷ പ്രഘോഷണ പരിപാടികളുമായി ബന്ധപ്പെട്ട ചില വാർത്തകളാണ് തുടർന്ന് വായിക്കുന്നത്. മിസിയോ പ്രിലിംസ് ഓൺലൈൻ കോഴ്സ് 19ാമത്തെ ബാച്ച് ഡിസംബർ 27 ആരംഭിക്കുന്നു. അതിനുള്ള വാട്സപ്പ് ലിങ്ക് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. 10 ആഴ്ച നീളുന്ന മിസിയോ പ്രിലിംസ് ഓൺലൈൻ കോഴ്സിൻ്റെ 19ാമത്തെ ബാച്ചിൽ ഏവരും ചേരുമല്ലോ. സുവിശേഷ സാക്ഷ്യം നൽകി ജീവിതം മുന്നോട്ട് നയിക്കുവാൻ മാമോദീസ സ്വീകരിച്ച എല്ലാവരെയും സഹായിക്കുക എന്ന ലക്ഷ്യത്തോടെ നടത്തപ്പെടുന്നതാണ് ഈ ഓൺലൈൻ കോഴ്സ്. എല്ലാ ശനിയാഴ്ചകളിലും വൈകിട്ട് 7:30 ജപമാലയോടുകൂടി സെഷൻ ആരംഭിക്കുന്നു. മിസിയോ റെസിഡൻഷ്യൽ കോഴ്സുമായി ബന്ധപ്പെട്ട മറ്റൊരു വാർത്തയാണ്. മിസിയോ ടീം എല്ലാ മാസവും കറുകുറ്റി മിസിയോ ഭവനിൽ വെച്ച് 6 ദിവസം നീണ്ടു നിൽക്കുന്ന മിസിയോ റെസിഡൻഷ്യൽ കോഴ്സ് നടത്തുന്നുണ്ട്. അടുത്ത കോഴ്സ് ഡിസംബർ 15 മുതൽ 20 വരെയാണ് നടത്തപ്പെടുന്നത്. സുവിശേഷമായിക്കൊണ്ട് സുവിശേഷമേകുവാൻ പരിശീലിപ്പിക്കുന്ന ഒരു കോഴ്സാണിത്. എല്ലാ മാസവും മിസിയോ ഭവനിൽ വെച്ച് ഈ റെസിഡൻഷ്യൽ കോഴ്സ് നടത്തപ്പെടുന്നതാണ്. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ബുക്കിങ്ങിനായി താഴെ കൊടുത്തിരിക്കുന്ന നമ്പറുകളിൽ ബന്ധപ്പെടുക. 7012574557. ഈ കോഴ്സിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ബുക്കിങ്ങിനായി താഴെ കൊടുത്തിരിക്കുന്ന നമ്പറുകളിൽ ബന്ധപ്പെടുക. 7012574557. മറ്റൊരു നമ്പർ കൂടി നൽകിയിരിക്കുന്നു, 9746917273. മിസിയോ ഔട്ട്റീച്ചുകൾ കോഴ്സുകൾ കൂടി നടത്തപ്പെടുന്നുണ്ട്. നിങ്ങളുടെ ഇടവകളിലോ ഏതെങ്കിലും ധ്യാന കേന്ദ്രങ്ങളിലോ 6 ദിവസം നീണ്ടു നിൽക്കുന്ന മിസിയോ കോഴ്സ് നടത്തുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ താഴെ കൊടുക്കുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. മിസിയോ ടീം അവിടെ വന്ന് കോഴ്സ് നടത്തി തരുന്നതാണ്. ഫോൺ നമ്പേഴ്സ് 9061954230. മറ്റൊരു നമ്പർ 7012574557. പ്രിയപ്പെട്ടവരെ, മിസിയോ വൈബ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും ക്രിയാത്മകമായ നിർദ്ദേശങ്ങളും വിമർശനങ്ങളും സന്തോഷവും പങ്കുവയ്ക്കാൻ ഇതാ ഒരവസരം. നിങ്ങളെ കേൾക്കാൻ മിസിയോ ടീം ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ പ്രതികരണങ്ങൾ താഴെ കാണുന്ന ഇമെയിൽ അഡ്രസ്സിലേക്ക് അയക്കുമല്ലോ. അടുത്തു വരുന്ന ലക്കങ്ങളിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഏതാനും പ്രതികരണങ്ങൾ പ്രസിദ്ധീകരിക്കുന്നതാണ്. misiovibes@gmail.com. സാമ്പത്തിക സഹായം. മിസിയോ ഭവന പണിയുമായി ബന്ധപ്പെട്ട കടബാധ്യതകൾ നിലനിൽക്കുമ്പോഴും കഴിഞ്ഞ 2.5 വർഷം കൊണ്ട് 56 ലക്ഷത്തിലേറെ രൂപയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കാൻ മിസിയോ കുടുംബത്തിന് കഴിഞ്ഞിട്ടുണ്ടെന്ന വിവരം സന്തോഷത്തോടെ അറിയിക്കുന്നു. കറുകുറ്റിയിൽ നിഷ യേശുരാജ് ദമ്പതിമാർക്ക് വേണ്ടിയുള്ള ഭവന നിർമ്മാണം പൂർത്തിയായി. ഒക്ടോബർ 20 ഭവനത്തിൻ്റെ വഞ്ചിരിപ്പ് നടത്തപ്പെട്ടു. മിസിയോയിലൂടെ ദൈവം നടത്തുന്ന പ്രേക്ഷിത പ്രവർത്തനങ്ങൾക്ക് കൈത്താങ്ങാകാൻ താല്പര്യപ്പെടുന്നവർ ദയവായി തങ്ങളുടെ ദശാംശം താഴെ കൊടുത്തിരിക്കുന്ന അക്കൗണ്ട് നമ്പറിലേക്ക് അയച്ചിട്ട് ഒരു സ്ക്രീൻഷോട്ട് ഉത്തരവാദിത്തപ്പെട്ട ആർക്കെങ്കിലും അയച്ചു നൽകണമെന്ന് അപേക്ഷിക്കുന്നു. എക്ലേഷ്യ ട്രസ്റ്റ് അക്കൗണ്ട് നമ്പർ 1012010042627 IFSC കോഡ് FDRL 000112. പ്രിയപ്പെട്ടവരെ, മിസിയോ വൈബ്സ് എന്ന മിസിയോ ടീമിൻ്റെ മുഖപത്രത്തിൻ്റെ ഈ ലക്കത്തിൻ്റെ വായന ഇവിടെ പൂർണ്ണമാവുകയാണ്. ഏവർക്കും നന്ദി. ഇതിൻ്റെ പിന്നിൽ അഹോരാത്രം പ്രവർത്തിക്കുന്ന എല്ലാവരെയും യേശുവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. കൂടുതൽ കൂട്ടായ്മയോടെ പ്രാർത്ഥനയിലും പ്രവർത്തനത്തിലും ഒരുമിക്കുവാൻ ഈശോ നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി.